ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 5 അധ്യായം അതിൻ്റെ 6-7 വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. മാനവജാതിയെ ഉയർത്തുവാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ പ്രഭാതത്തിൽ നമുക്ക് ഒന്നുകൂടെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യനെക്കുറിച്ചുള്ള എക്കാലത്തെയും ചിന്ത ഉയർത്തുക, അവൻ ഉയരപ്പെടുക, അവൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. കർത്താവ് തന്നെ ഭൂമിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, പിശാച് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമൊക്കെ. എന്നാൽ നമ്മുടെ കർത്താവ് വന്നത് രക്ഷിക്കുവാനും ജീവൻ തരുവാനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ എക്കാലത്തെയും മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ഉദ്ദേശം എന്നുള്ളത് നാം ജീവൻ പ്രാപിക്കുക, നാം രക്ഷപ്പെടുക, നാം ഉയർത്തപ്പെടുക, നാം നന്മ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെപ്പോഴും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴൊക്കെ അത് നമ്മുടെ മനസ്സിൽ വരണം. ദൈവം ഒരിക്കലും മനുഷ്യൻ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനത്തിൽ ഉടനീളം നമ്മളത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളോട് ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം അവരെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം അവർ പാപം ചെയ്തിട്ടുണ്ട്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ദൈവം അവർക്ക് എണ്ണ കൊടുത്തു, വീഞ്ഞു കൊടുത്തു, അവർക്ക് ആ വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു, എല്ലാം കൊടുത്തിട്ടും അവർ ബാലിനെയും ആശേരെയും ഒക്കെ വിതയ്ക്കും കൃഷിക്കും ഒക്കെ പോയി ആശ്രയിക്കുന്ന അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരുവാൻ പ്രവാചകന്മാരെ അയച്ച് അവരെ ബോധവൽക്കരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട്. പ്രവാസത്തിലേക്ക് ദൈവം അവരെ അയച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും വീണ്ടും അവരെ മടക്കി കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പാകെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിർത്തുന്നതും നാം കാണുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായ ദൈവം അവരെ ഒരല്പസമയത്തേക്ക് ചില പ്രശ്നങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുന്നത് അവരുടെ പാപനിമിത്തമാണ്. പക്ഷെങ്കിൽ പിന്നീട് നാം കാണുന്നതെല്ലാം അവരെ റീസ്റ്റോർ ചെയ്യുന്ന, അവരെ ഉയർത്തുന്ന, അവരെ വീണ്ടും ശ്രേഷ്ഠതയിൽ കൊണ്ടുവരുന്ന ആ ദൈവത്തെയാണ് നാം പിന്നെയും കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള എപ്പോഴുമുള്ള ചിന്ത നാം താണുകിടക്കണമെന്നും നാം തകർന്നു പോകണമെന്നുമല്ല, പകരം നാം ഉയരണമെന്നും ശ്രേഷ്ഠരാകണമെന്നുമാണ് എന്നുള്ളത് ഹല്ലേലൂയ പകൽക്കാലം നാം അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ഉയരുന്നതിൽ, നാം ശ്രേഷ്ഠരാകുന്നതിൽ, നാം ഒന്നാമതരാകുന്നതിൽ, നാം ഉന്നതങ്ങളിൽ വരുന്നതിൽ ഒരിക്കലും ഒരു ജലസായ ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, അത് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ അവരെ ഏറ്റവും ഉന്നതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആണ് നമ്മുടെ ദൈവവും. ദൈവത്തിൻ്റെ മക്കളെല്ലാം ഏറ്റവും ഉന്നതിയിൽ തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയിൽ, വേർപാടിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവ കൽപ്പന അനുസരിക്കുന്നതിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ എല്ലാം അവർ ഔന്നത്യം പ്രാപിക്കണം എന്ന് തന്നെയാണ് ദൈവം എക്കാലത്തും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച ധ്യാന ചിന്തയിലേക്ക് വളരെ വേഗം ഒന്ന് മടങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ നോക്കണം, ഉയരുക. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന തക്ക സമയത്ത്, പ്രൈസ് ദി പത്രോസ് എഴുതിയിരിക്കുകയാണ്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. അപ്പം നാം ഉയരപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആഗ്രഹമാകുമ്പോൾ തന്നെ അടുത്തൊരു പദം എഴുതിയിരിക്കുകയാണ്, തക്ക സമയം. അപ്പം ദൈവത്തിനൊരു സമയമുണ്ട്, ഒരു ടൈമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അവൻ തൻ്റെ ജനത്തെ ആ മേഖലയിൽ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴോ ഏതോ ഒരു
ദൈവവചന ധ്യാന സമയത്ത് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഉദ്ദേശമേ നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ആ സമയത്താണത് ചെയ്യുന്നത്, തക്ക സമയത്ത്. പ്രൈസ് ദി ലോർഡ്. അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ബലമുള്ള കയ്യിൽ താണിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ താണിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, പ്രൈസ് ദി ലോർഡ്, ദൈവം തക്ക സമയത്ത് അവൻ ഉയർത്തും. അപ്പോൾ ഉയരപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ താണിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, അവനോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, നീണ്ട വർഷങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അബ്രഹാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവൻ്റെ ആ ക്ഷമ, അവൻ്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവൻ ഉയർത്തപ്പെടുവാൻ കാരണമായി തീർന്നു. എന്നാൽ അവൻ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങിയ അബ്രഹാം തിരിച്ച് ആ പശ്ചാത്തലത്തിലേക്ക് പോയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന സത്യമാണ്. എൻ്റെ ദാസനായ ആ എലിയാസറാണോ എൻ്റെ അടുത്ത ആ സ്തോത്രം അവകാശി എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ അവൻ വിശ്വസിച്ച് അവന് അനുഗ്രഹം പ്രാപിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ തക്ക സമയം എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ 25 വർഷം വിളിക്കപ്പെട്ട് 25 വർഷം കഴിഞ്ഞ് അബ്രഹാമിൻ്റെ 100ാമത്തെ വയസ്സിലാണ് അവൻ അത് പ്രാപിച്ചെടുക്കുന്നത് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിൽ നാം അറിയണം, അവൻ ഒരു സ്വപ്നം കണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ യാഥാർത്ഥ്യമാകുന്നത് സ്തോത്രം ജോസഫ് സ്തോത്രം വീണ്ടും എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന ശേഷം. അപ്പോൾ തക്ക സമയം എന്നുള്ളത് ദൈവത്തിനുണ്ട്. ആ സമയത്ത് അവൻ നമ്മെ ഉയർത്തും. പക്ഷേ നാം ചെയ്യേണ്ടത് അവൻ്റെ കൈക്കീഴിൽ താണിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. അപ്പോൾ നോക്കണം, കരുതുന്ന ഒരു ദൈവത്തെ കൂടെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഉയർത്തപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക എന്നുള്ളത്. രണ്ടാമത് പ്രൈസ് ദി ലോർഡ് കാത്തിരിക്കുക. എങ്ങനെ സ്തോത്രം? ക്ഷമയോടെ കാത്തിരിക്കുക. ഒന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക. ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ക്ഷമയോടെ ഉയർത്തുന്ന ദൈവത്തെ ഹല്ലേലൂയ വിശ്വസിച്ച് ക്ഷമയോടെ ആ തക്ക സമയത്തിനായി കാത്തിരിക്കുക. നമ്മുടെ ആകുലതകളെല്ലാം മൂന്നാമതായി അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ് നാം ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ തക്ക സമയത്തെക്കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. തക്ക സമയത്ത് ബലം കായ്ക്കുക. അത് സങ്കീർത്തനം 6:9. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാം, ഒരു കൃഷിക്കാരൻ അത് വിതയ്ക്കുന്നു, അതിനു വേണ്ടതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു സമയമുണ്ട്. ആ സമയത്താണ് അതിന് ഫലം തരുന്നത്. ആ സമയം വരെ ആ വിതകാരൻ കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഫലം ലഭിക്കണമെങ്കിൽ ലഭിക്കാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് സ്തോത്ര സഭാപ്രസംഗ പുസ്തകത്തിൽ പറയുന്നത് വിതയ്ക്കാനൊരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കൊയ്യുവാനും ഒരു കാലമുണ്ട്. പക്ഷേ വിതകാരൻ കൊയ്ത്തു വരെ അവന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് താഴ്ന്നിരിക്കാം. ഹല്ലേലൂയ. ഒരു വിതകാരൻ അതിൽ വിതച്ചിട്ട്
ആ കൃഷിയെ പരിപാലിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് നമുക്ക് ആ ഫലത്തിനു വേണ്ടി കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ആകുലതകൾ, ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രൈസ് ദി ലോർഡ് എല്ലാ ആകുലതകളും, എല്ലാ ആശങ്കകളും നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാം. അവന് വച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവൻ കരുതും, അവൻ നടത്തും, അവൻ ഉയർത്തും എന്നുള്ള ആഴമേറിയ വിശ്വാസത്തിൽ ഹല്ലേലൂയ അവൻ്റെ മേലിട്ടുകൊണ്ടാൽ തീർച്ചയായിട്ടും അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ മനസ്സിൽ ഞങ്ങളെല്ലായ്പ്പോഴും ഉയർന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം, അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ഞങ്ങൾ തകരണമെന്നുള്ളതല്ല, ഞങ്ങൾ ഉയരുവാൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അങ്ങയെ ഞങ്ങൾ ഒന്നുകൂടെ ഓർത്ത് നന്ദി പറയുന്നു. മാത്രമല്ല, അങ്ങയ്ക്കൊരു സമയമുണ്ട്. അതെ, ഒരു കൃഷിക്കാരന് ഹല്ലേലൂയ സ്തോത്രം കൃഷി ഇറക്കുന്ന സമയം പോലെ തന്നെ അതിന് ഫലം ശേഖരത്തിനൊരു സമയമുണ്ട്. അതുപോലെ ആ സമയം വരെ കാത്തിരിക്കുവാൻ അങ്ങയുടെ ജനത്തിന് ബലം കൊടുക്കണം. മാത്രമല്ല, അവരുടെ ആശങ്കകൾ, ആകുലതകളെല്ലാം അങ്ങയുടെ മുകളിൽ വച്ച് ആശ്വസിപ്പിക്കുവാനും കൃപ ചെയ്യണം. അതേ കർത്താവേ, താണിരിക്കുന്ന, കാത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അതെ അങ്ങയുടെ മുമ്പാകെ ഹല്ലേലൂയ ആശങ്കകൾ കൊണ്ടുവന്ന് ഇട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് തക്ക സമയത്ത് ഉയർത്തുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തിന് അത് ചെയ്തു കൊടുക്കുന്നതോർത്ത് സ്തോത്രം. അതേപ്പ ആ തക്ക സമയം വരെ കാത്തിരിക്കുവാൻ ജനത്തിന് ബലം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ദൈവത്തിൻ്റെ കൃപ പകരപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആഴമേറിയ ആ വിശ്വാസം അവർക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആഴ്ചവെച്ച ക്രിസ്തുവേശ്വരൻ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.